ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡറിയിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അവിടെ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പേര് സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാണ്? ചില കെമിക്കൽ റിയാക്ഷനുകളും അതെങ്ങനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാമെന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഇത് നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ മാത്സിലാണ്. അപ്പോൾ മാത്സിലെ ഇക്വേഷൻ പോലെ തന്നെ കെമിസ്ട്രിയിലും ഈ പറയുന്ന റിയാക്ഷനുകളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. അതിന് നമുക്ക് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത് ഈ കെമിക്കൽ ഇക്വേഷനെ എങ്ങനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് റിയാക്ഷൻസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു റിയാക്ഷൻ എടുക്കുന്നത് ഒരു മഗ്നീഷ്യം എടുത്തുകൊണ്ടാണ്. അപ്പോൾ മഗ്നീഷ്യം സാധാരണ നമുക്കൊരു മഗ്നീഷ്യം റിബൺ ആയിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരു മഗ്നീഷ്യം റിബൺ എടുക്കുന്നു, അതിനെ കൃത്യമായിട്ടൊരു ഹോൾഡർ വെച്ച് നമ്മൾ പിടിക്കുന്നു, അതിൽ ഒരു സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുന്നു. അപ്പോൾ അടിയിലൊരു ചൈന ഡിഷ് വെക്കുന്നു, ആ ചൈന ഡിഷിന് മുകളിൽ ഈ പറയുന്ന മഗ്നീഷ്യം വെക്കുന്നു, മഗ്നീഷ്യം റിബൺ പിടിക്കുന്നു, അതിനെ സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു വെളുത്ത പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിൾസ് നമുക്ക് ലഭിക്കുന്നത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മഗ്നീഷ്യമാണ് ഇവിടെ ഉപയോഗിച്ചത്, അതിനെ സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ബേൺ ചെയ്യിച്ചു. അങ്ങനെ ബേൺ ചെയ്യിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇതിനെ എങ്ങനെയാണ് ഈ പറയുന്ന വെർബൽ രീതിയിൽ നിന്ന് മാറി എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ രൂപത്തിലേക്ക് എഴുതുന്നത് എന്നാണ് നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷനിൽ ശ്രദ്ധിക്കുന്നത്. എന്താണ് ഈ കെമിക്കൽ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നോക്കൂ, നമുക്കിപ്പോൾ ഈ പറഞ്ഞ റിയാക്ഷൻ നമുക്ക് വിശദമാക്കി പറയണമെങ്കിൽ ഒരുപാട് എഴുതേണ്ടി വരും. ഇനി പറയുകയാണെങ്കിലും നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ഇതിന് പകരം എന്താണ് ഇവിടെ നടന്ന പ്രോസസ്സ് എന്നുള്ളത് ഒരൊറ്റ വരിയിൽ നമുക്ക് എഴുതാൻ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത്. എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കൂ, ഇപ്പോൾ പറഞ്ഞ ഈ റിയാക്ഷനെ നമുക്കൊന്ന് ആദ്യം ഒന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മഗ്നീഷ്യത്തെയാണ് എടുത്തത്, അല്ലേ? ഒരു മഗ്നീഷ്യത്തെ എടുത്തു, അതിനെ പിന്നീട് നമ്മൾ ബേൺ ചെയ്യിച്ചു. ബേൺ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫയർ ഉപയോഗിച്ച് ബേൺ ചെയ്യുമ്പോൾ ബേൺ ചെയ്യാൻ വേണ്ടത് നമുക്ക് ഓക്സിജനാണ്. ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ ഈ പറയുന്ന ബേണിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ബേണിങ് നടക്കുകയുള്ളൂ. അപ്പോൾ മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്നു നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ആ പ്രൊഡക്റ്റ് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ് നമുക്ക് കിട്ടിയത്. ഈ മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെ ഒരുപാട് എഴുതുന്നതിന് പകരം നമുക്കറിയാം നമ്മൾ സിമ്പലുകൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ എലമെന്റുകളുടെ സിമ്പൽ യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കൂ. മഗ്നീഷ്യം എന്നുള്ളതിൻ്റെ അതിൻ്റെ സിമ്പൽ എന്നുള്ളത് Mg ആണ്, അല്ലേ? Mg+. ഓക്സിജൻ എന്നുള്ളതിൻ്റെ സിമ്പൽ O ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതെപ്പോഴും O2 എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? O2 എന്ന് എഴുതണം. അതുവഴി നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അപ്പോൾ നമുക്കവിടെ MgO എന്ന് എഴുതാം, മഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ളത്. നോക്കൂ, ഇതാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ച ഒരു നിയമമുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ളത്. അവിടെ എന്താണ് പറഞ്ഞത്? നമ്മുടെ റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള എത്രയാണോ റിയാക്റ്റന്റ് ഉള്ളത് അതിന്റെ അളവ് തന്നെ ആയിരിക്കും പ്രൊഡക്റ്റിലും ഉണ്ടാവുക. രണ്ടും തുല്യമായിരിക്കുമെന്ന്. നോക്കൂ, ഇവിടെ മഗ്നീഷ്യവും ഉണ്ട്, ഇവിടെ ഓക്സിജനും ഉണ്ട്. പക്ഷേ ഓക്സിജൻ ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 1 ആണ്. എന്ന് വെച്ചാൽ റിയാക്റ്റന്റിന്റെ സൈഡിലുള്ളതും പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ളതും വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, എങ്ങനെ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് Mg+O2 gives MgO എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഏത് ഭാഗത്ത് ഇവിടെ ഒരു മഗ്നീഷ്യമാണുള്ളത്, ഇവിടെയോ
ഒരു മഗ്നീഷ്യമാണുള്ളത്. അപ്പോൾ അതിൽ നിന്നും എണ്ണത്തിൽ മാറ്റമില്ല. എണ്ണത്തിൽ മാറ്റമുള്ളത് പിന്നെ ആർക്കാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഓക്സിജനെ നമുക്ക് ഈ പറയുന്ന 2 എന്നുള്ള സംഖ്യയിലേക്ക് എത്തിക്കണം. എന്ന് വെച്ചാൽ 2 മോളിക്യൂൾ ഓക്സിജൻ ആക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് ഇവിടെ എഴുതാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കാറുള്ളത്. പക്ഷെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. ഇവിടെ നമുക്കത് എഴുതാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ദാ ഇവിടെ നമുക്ക് എഴുതണം, ഈ ഭാഗത്ത്. അപ്പോൾ എന്ത് വരും? നമുക്ക് Mg പ്ലസ് O2 gives ഇവിടെ 2 എഴുതുക. അപ്പൊ 2MgO എന്നുള്ളതാണ്. അപ്പോൾ ഓക്സിജൻ ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 2 ആണുള്ളത്. ഇവിടെ എത്രയാണ്? ഇവിടെ ഈ 2ഉം ഇവിടെ ശരിക്കും 1 ആണ് വരിക, ഇവിടെയും 1 ആണ് വരിക. അപ്പൊ 2 into 1 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ ഇവിടെയും 2 ഓക്സിജൻ നമുക്ക് കിട്ടി, ഇവിടെയും 2 ഓക്സിജൻ കിട്ടി. അപ്പൊ ഓക്സിജന്റെ അളവ് തുല്യമായി. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നം വന്നു. എന്താണത്? മഗ്നീഷ്യത്തിന്റെ അളവിൽ വ്യത്യാസം വന്നു. ഇവിടെ മഗ്നീഷ്യം 1 ഉള്ളൂ, ഇവിടെ ഇപ്പോൾ എത്രയായി? 2 ആയി. അപ്പൊ ഇവിടെ 2 ആയെങ്കിൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 2 ആക്കി മാറ്റാം. അതിനെന്ത് ചെയ്യണം? ഇവിടെ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2 ചേർത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടെ ഒരു 2 ആഡ് ചെയ്യുന്നു. അപ്പൊ അത് എങ്ങനെ വരും? 2Mg പ്ലസ് O2 gives 2MgO. ഇങ്ങനെ വരും. ഇനി നോക്കൂ, ഇവിടെ 2Mg ആണുള്ളത്, ഇവിടെയും 2Mg ആണുള്ളത്. ഇവിടെ O2 ആണുള്ളത്, ഇവിടെയും O2 വരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് നോക്കൂ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. റിയാക്റ്റന്റിന്റെ അളവും പ്രൊഡക്റ്റിന്റെ അളവും കൃത്യമായി പൂർത്തിയായ ഒരേ അളവിലുള്ളതിനെ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുകയാണ്. ഇതുപോലെ തന്നെ മറ്റു ചില റിയാക്ഷനുകളും നമ്മൾ കാണാറുണ്ട്. ഒരു ഉദാഹരണത്തിന് നോക്കൂ, ഇവിടെ സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ZnSO4 സിങ്ക് സൾഫേറ്റും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് ലഭിക്കുന്നു. ഇതെങ്ങനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കാം? അപ്പോൾ ഇതുപോലെയുള്ള ഇത്തരം ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉടനെ തന്നെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമാക്കി പറയുന്ന വീഡിയോസ് നമ്മുടെ അക്കാദമിയുടെ ആപ്പിലുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.